ഇതില് പേരുണ്ടോ? ഞങ്ങൾ വരാം. റിസർവേഷൻ ഒക്കെ ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലാതെ ഇതിൽ കേറൂ. ഹലോ, അല്ല ഇത് ആര്? നാടാർ സാറാ? അയ്യോ, ഇതാര്? ടോണിക്കുട്ടനോ? ടോണി ഇവനെ കേറി. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പുലിവാലുണ്ടാക്കി വെറുതെ എന്നെ സസ്പെൻഷനിലാക്കരുത് സാറേ. നിക്കട അവിടെ കള മറ്റുണ്ടോന്ന്? ഏത്? മറ്റുണ്ടോ? അകത്തുണ്ട് ഫുള്ളൊരെണ്ണം, ബാഗിന് ഉള്ളിലുണ്ട്. തൃശ്ശൂർ വേറെ വരും. എന്ത് ഇനി വണ്ടി ഒരു ബഹളല്ലേ ഇവിടെ? യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നും മദ്രാസിലേക്ക് പോകുന്ന 20-ാം നമ്പർ മദ്രാസ് അല്പസമയത്തിനുള്ളിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറപ്പെടുന്നതായിരിക്കും. പെട്ടി എടോ, എന്റെ കണ്ണാടി എന്ത്? കണ്ണാടി നിന്റെ മൂക്കിൽ തന്നെ ഉണ്ട്. ഓ താങ്ക് യു. ഓ വെൽക്കം. എങ്ങോട്ട്? തൃശ്ശൂർക്ക്. അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട, അലവലാദികളോ. അച്ഛനാണ്? അല്ല, ഹസ്ബൻഡാ. ശരി. അടികൊണ്ട് 100 വേണം. എന്താ സംഭവം? എന്താ സംഭവം? അപ്പുറത്ത് പീസ് എവിടെ? ഇവിടെ അപ്പുറത്താ. കൊള്ളാം. നാലുകാലുള്ളൊരു നങ്ങേലി പെണ്ണിനെ കോലുനാരായണം കട്ടുകൊണ്ടുപോയി. രണ്ട് കാലുള്ളൊരു ചട്ടമ്പി പെണ്ണിനെ കണ്ടവരെല്ലാരും കൊണ്ടുകൊണ്ടുപോയി. നെഞ്ചെ കൊണ്ടുകൊണ്ടുപോയി. കഞ്ഞിക്കുഴി നാലുകാലുള്ളൊരു നങ്ങേലി പെണ്ണിനെ കോലുനാരായണം കട്ടുകൊണ്ടുപോയി. എന്തടി കല്യാണി മുല്ലപ്പൂ മണക്കണ കൊല്ലനാരായണൻ വന്നിട്ടുണ്ടോ? അഴകിയ രാവണൻ വന്നിട്ടുണ്ടോ? സംഗീതം കൊള്ളുമെ കിളിമകളെ വരുമല്ലോ. സരിഗമ പദാനി സരിഗമ പദാനി സരിഗ. മ്യൂസിക് മ്യൂസിക് ശല്യമായല്ലോ. നാടാരേ, ആരാടോ ഇത്? ഇതെന്താ ചന്തയാണോ? ഇല്ല സാർ, കോട്ടയത്ത് നിന്ന് കുറച്ച് പിള്ളേരാ. നല്ല വെള്ള. എന്ത് വെള്ളമായാലും ഇത് ബാറൊന്നും അല്ലല്ലോ. തനിക്കൊന്ന് പറഞ്ഞു നിർത്തിക്കൂടെ? ശരി സാർ, ഇപ്പൊ പറയാം. കളി അപ്പൊ ട്രെയിനോ? പറയണ്ടെന്ന് വിചാരിക്കുമ്പോ കേറി പോവാ. ഞാനൊരു സ്പോർട്സ്മാനാടാ. സാറേ, എന്താ പ്രശ്നം? എന്താ ടോണിക്കുട്ട, എന്റെ പൊന്ന് ടോണിക്കുട്ട, എന്റെ പണി കളയിക്കരുത് മോനെ. ആ കൊല്ലത്തെ മുതലാളി ഇല്ലേ ആർക്കനായാലും, അയാള് ചോദിക്കുക ഇവിടെ ആരാ അലമ്പുണ്ടാക്കണേന്ന്. റെയിൽവേ ചീഫ് ഓഫീസർമാരൊക്കെ ആയിട്ട് വലിയ ബന്ധമുള്ള ആളാ.
എന്റെ പണി കളയിക്കരുത് മോനെ. ആരാ ഈ ആർക്കാര്? അയ്യോ കേട്ടിട്ടില്ലേ, കൊല്ലത്തെ ഭയങ്കര മുതലാളി പാർട്ടീസാ. ശരി, ഞങ്ങള് നിർത്തിയേക്കാം. സൈലൻസ്. സംഗീത ബോധമില്ലാത്ത കുറെ മുതലാളി പറയുന്നതല്ലേ. സെൻസ് ഇല്ല. ഞാൻ നാളെ അയാളോട് ചോദിച്ചു നോക്കി. ഞാൻ വരാട്ടാ. വിളിച്ചാ? ഇല്ലല്ലോ. വിളിച്ചില്ലേ? വിളിച്ചു. വിളിച്ചു വിളിച്ചുണ്ട്. എന്താ പ്രശ്നം? മറ്റേത് എന്താ ബാഗിലുണ്ട്. ഇയാൾക്ക് എന്താ വേണ്ട? ഞാൻ പോവാ. എന്താ പ്രശ്നം? തരാൻ ഉണ്ട്. വെള്ളമൊന്നും വേണ്ട. പാടില്ല പാടില്ല നമ്മെ കഴിവഴി കുറച്ച് വെള്ളം എടുത്തുണ്ടോ? പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഇതേത് പാട്ട്? ചങ്ങമ്പുഴ എഴുതിയ കവിതയാണ്. എന്താ? എന്നിട്ട് നല്ല വെള്ളായിരുന്നു. കള്ളു കുടിച്ചു വിചാരിച്ചിട്ട് ഇവനൊന്ന് അമ്മയും പെങ്ങളില്ലേ. ഇത് ഞാനോട് വെറുത്തു. അയ്യോ എനിക്ക് എന്താ ചരക്കളിയാ എവിടെ? അങ്ങ് അറ്റത്തെ ക്യാബിനില്. ഏയില്ല. എന്റെ പൊന്നു മോനെ, അത് അങ്ങയുടെ ഭാര്യയും മോളാ. കുഴപ്പമുണ്ടാക്കാരുടെ ആർക്കനാരുടെ തന്റെ അമ്മയും പെങ്ങളും ഒന്നും അല്ലല്ലോ. ആണോ? സൗന്ദര്യം ആസ്വദിക്കാനുള്ളതല്ലേ നാടാർ സാറേ. സാറേ അകത്ത് കഴിഞ്ഞ് തുടങ്ങ്, ഞാൻ വരാം. സാറിന് വെള്ളം എടുത്തു കൊടു. അവിടെ അവിടെ ബാത്റൂം ഉണ്ട്. അവിടെ പോ. ടോണി, എനിക്ക് യൂറിൻ പാസ് ചെയ്യാം. ഞാൻ ഇപ്പൊ യൂറിൻ പാസ് ചെയ്യണ്ട. യൂറിൻ പിന്നെ പാസ് ചെയ്യാം കേട്ടാ. വീല്ലേ ഛർദിക്കണെങ്കിൽ അവിടെ പോയി ഛർദിച്ചേക്കട്ടെ. എന്റെ കോട്ടുമ്പോ ഛർദിക്കരുത്. May I come in, sir? Yes. മിസ്റ്റർ ആർ കെ നായർ. അതെ. ടോണി കുരിശിങ്കൽ. കാഞ്ഞിരപ്പള്ളി കുരിശിങ്കൽ കറിയാച്ചനെ കേട്ടിട്ടുണ്ട്? ഇല്ല. ഇലക്ഷനൊക്കെ നിന്നിട്ടുണ്ട്. ജയിച്ചിട്ടുള്ളവരെയൊക്കെ എനിക്കറിയാം. ഈ പുള്ളി തോറ്റുപോയി. അന്ന് ഈ ഇലക്ഷൻ ടൈമിൽ തോട്ടം തൊഴിലാളികളൊക്കെ സ്ട്രൈക്ക് ആയിരുന്നു, അതുകൊണ്ട് തോറ്റുപോയി. സാറിന് പാട്ട് ഇഷ്ടമല്ലല്ലേ? ഓഹോ, അപ്പൊ താനായിരുന്നോ പാടിയത്? ഞാൻ മാത്രമല്ല, എന്റെ കുറെ ഫ്രണ്ട്സും ഉണ്ട്. ഇത് വൈഫും ഡോക്ടറും ആണല്ലേ. ഞാൻ മദ്രാസിന് പോവാ, ക്രിക്കറ്റ് ടെസ്റ്റ് കാണണം. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നോവലിസ്റ്റാ, ഹിച്ച്കോ കഞ്ഞിക്കുഴി. കേട്ടിട്ടുണ്ടോ? സാറിന് വായിക്കാനൊന്നും സമയം കാണൂലല്ലേ. ചേച്ചി കേട്ടിട്ടുണ്ടാവും. ഈ പിന്നെ വാരിക്കുഴിയിലെ കൊലപാതകമൊക്കെ മാനസികയിൽ വരുന്ന എന്റെ ക്ലോസ് ഫ്രണ്ടാണ് കഞ്ഞിക്കുഴി. കേട്ടിട്ടില്ലേ? ഞാൻ വായിക്കാറില്ല. സാധാരണ പൈങ്കിളി സാഹിത്യങ്ങളൊക്കെ ആണല്ലോ പെണ്ണുങ്ങൾ വായിക്കാറുള്ളത് അല്ലേ. നമ്മൾ ആണുങ്ങളെന്നൊക്കെ പറയുമ്പോ. സാറ് മദ്രാസിലെങ്ങോട്ടാ? കുറച്ച് ബിസിനസ് ആവശ്യങ്ങളുണ്ട്. ക്രിക്കറ്റ് ടെസ്റ്റ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ. കുട്ടിയുടെ പേരെന്താ? വാട്ട്സ് യുവർ നെയിം? ദേവി. ഈ ക്രിക്കറ്റ് ടെസ്റ്റ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്യാം. കപിൽ നമ്മളെ ഫ്രണ്ടാ, കാഞ്ഞിരപ്പള്ളി വന്ന് താമസിച്ചിട്ടൊക്കെ ഉണ്ട്. സത്യം. ഫോട്ടോ ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്, വേണേ കൊണ്ട് കാണിച്ചു തരാം. വേണ്ട. അല്ല, കയ്യിലുണ്ട്. വേണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ശരി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഇല്ല. വിഷമൊന്നും വിചാരിക്കണ്ട. ഇറ്റ്സ് എ പ്ലഷർ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പ്ലഷർ ഫോർ മീ. ഒരല്പം പ്രൈവസി കിട്ടിയാ കൊള്ളാം. ഞാൻ ഡിസ്റ്റർബൻസ് ഒന്നും ആയില്ലല്ലോ. ഇല്ല. ഞാൻ വരട്ടെ ചേച്ചി, ഞാൻ വരട്ടെ മോളെ. ഞാൻ പോണു. കഥയൊന്നും അടയ്ക്കാതെ എന്താണ് ഇത് രണ്ടുപേരും കൂടെ? എവനെ കൊണ്ട് താൻ കാര്യം നോക്കുക.
കണ്ടോ കണ്ടടാ കണ്ടു. മോഡലിങ് എടുക്ക. ഇനി വേണ്ട. നിനക്കല്ല. കുടിക്ക. അയ്യോ ഇത് ആർക്കാ? എന്റെ ചങ്ക് കത്തിപ്പോയി മോനെ. ആശാനെ. നീ എന്തിനാ മോനെ എന്റെ ചങ്ക് കത്തിക്കണേ? എന്താ നിന്റെ ഉദ്ദേശം? അതെ, എനിക്കൊരു സഹായം ചെയ്യാം. നമ്മുടെ ആർക്കെന്നായിട്ടില്ലേ, ഉവ്വ്. അയാളുടെ ക്യാബിന് 3 പേരല്ലേ ഉള്ളൂ. അതെ. അവിടെ 4 പേർക്ക് ഇരിക്കാമല്ലോ. അപ്പൊ എനിക്ക് അങ്ങോട്ട് പോയിരിക്കാമല്ലോ. അപ്പൊ ഞങ്ങളോ? നിങ്ങൾ പോയി പണ്ടാരാണ്. ഛെ, അങ്ങനെ പറയരുത്. മോന്റെ കൂടെ വന്ന കുട്ടികളല്ലേ, അങ്ങനെ പറയുമ്പോ അവർക്ക് ഉണ്ടാവില്ല വിഷമം. മോനിപ്പോ എന്താ വേണ്ടേ? ആ കൂപ്പേ പോയിരിക്കണേ, അത്രയല്ലേ വേണ്ടു. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ കൂപ്പയിലുള്ളവർ ഈ കൂപ്പയിലേക്ക് ആക്കി, ഈ കൂപ്പയിലുള്ളവർ ആ കൂപ്പയിലേക്ക്. അങ്ങനെയൊന്നും വേണ്ട. ആർക്കാർ എന്നോട് പറഞ്ഞു, എന്തിനാ ആ കൂപ്പയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, ഇവിടെ വന്നിരിക്കാമല്ലോ, നമുക്ക് സംസാരിച്ച് ജോളിയായിട്ട് പോവാമല്ലോ. അപ്പൊ ഞാൻ അവിടെ ചെന്നില്ലേ, അയാൾക്കൊരു വിഷമാവില്ലേ? എന്റെ പൊന്ന് മോനെ, നിന്റെ പുളു കള. നിനക്ക് ആ പെങ്കൊച്ചിന്റെ കൂടി നിന്നിട്ട് അതെ, ഇപ്പൊ റെയിൽവേ വലിയ സ്ട്രിക്റ്റാ. സീറ്റ് നമ്പർ എവിടെ ഇട്ടിരിക്കുന്നോ അവിടെ ഇരുന്നോളണമെന്നാ നിയമം. ആ ക്യാബിന് 3 പേരല്ലേ ഉള്ളൂ. മോനെ, നീ എന്റെ പണി കളയിക്കരുത്. ഇനിയുള്ളത് എറണാകുളം കോട്ടയാ. ഈ എറണാകുളത്ത് നിന്ന് ഏറുന്ന ഏവനാണെങ്കിലും അവന് ഈ ക്യാബിനുള്ള സീറ്റ് കൊടുത്താൽ പോരെ. എന്റെ കുഞ്ഞുങ്ങളുടെ കഷ്ടകാലത്തിന് എറണാകുളത്ത് നിന്ന് കയറുന്നത് വല്ല റെയിൽവേ ഓഫീസിലാണെങ്കിൽ ചിലപ്പോ എന്റെ പണി പോവും. അതുകൊണ്ട് എറണാകുളം എത്തട്ടെ. അവിടുന്ന് കയറുന്ന പാർട്ടി ഏതാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ ഓക്കെ. അളിയ അങ്ങനെ ഒറ്റയ്ക്ക് സൂഹിക്കാൻ പോവാണല്ലേ? എറണാകുളത്ത് നിന്ന് കയറുന്ന പാർട്ടി അളിയന് സീറ്റ് തരാതിരിക്കട്ടെ. നീ എന്റെ കരുതാക്കം വെച്ചോണ്ട് ചുമ്മാരുന്നേ. എറണാകുളത്ത് നിന്ന് കയറുന്നവൻ ആരായിരിക്കും? ആരായിരുന്നാലും നമുക്ക് അവനെ ഒതുക്കല്ലേ നാരായണ സാറേ. റെയിൽവേ ഓഫീസർ അല്ലെങ്കിൽ അവൻ ഒതുക്കുന്ന കാര്യം ഞാനേറ്റു. നീ ഗ്ലാസ് വെച്ചു. ഗ്ലാസ് ഇങ്ങനെ അവിടെ കൊണ്ടുപോയി.